فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. عن ابن عباس رضي الله تعالى عنه أنه قال: كنت خلف النبي صلى الله عليه وسلم فقال: يا غلام إني أعلمك بكلمات احفظ الله يحفظك احفظ الله تجده تجاهك وإذا سألك فاسأل الله وإذا استعنت فاستعن بالله واعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك وأن الأمة لو اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك ورفعت الأقلام وجفت الصحف أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين الحمد لله رب العالمين. ബഹുമാനം പറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. മഹാനായ ഇമാം അബൂ ഇസ്ഹാഖ് തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഓതി വെച്ചത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവ്യപുത്രനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്: കുന്തു ഖൽഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാൻ ഒരു ദിവസം വിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ വാഹനത്തിൽ യാത്ര ചെയ്യാൻ. അപ്പൊ എന്നെ നോക്കിയിട്ട് പറഞ്ഞു: യാ ഗുലാം, അല്ലേ കുട്ടി, മകനെ, നീ വഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താ പറഞ്ഞു? ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നാൽ അല്ലാഹു തആല നിന്നെ സൂക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്ക് അല്ലാഹുവിനെ നിന്റെ മുന്നിൽ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ഉപദേശങ്ങൾ നൽകി, കുറേ നിർദ്ദേശങ്ങൾ നൽകി. ഈ ഹദീസിനെ മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ പറഞ്ഞു, ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല ഇബ്ലീസിന്റെ കാര്യം പറയുമ്പോൾ അവന്റെ ചൗക്കടിപ്പാതകളെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇബ്ലീസിന്റെ തന്ത്രങ്ങൾ, വഴികേടുകൾ ഏതെല്ലാം രൂപത്തിൽ മനുഷ്യരിലേക്ക് വരുമെന്നും അതിന്റെ ഗൗരവമായ ഭാവങ്ങളും ഒക്കെ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇബ്ലീസിൽ നിന്നും ഒരു മനുഷ്യന് സംരക്ഷണം കിട്ടണമെങ്കിൽ അല്ലാഹു സംരക്ഷിക്കണം. അല്ലാഹു സംരക്ഷിക്കണമെങ്കിൽ അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹുവിനെ എങ്ങനെയാണ് സൂക്ഷിക്കുക? മഹാന്മാർ പറഞ്ഞു, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്ന അതിർത്തികൾ, അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് കടമയാക്കിയിരിക്കുന്ന കടമകൾ, ഹക്കുകൾ, അത് നമ്മൾ പാലിക്കുക. അല്ലാഹുവിന്റെ കൽപ്പനകളെ പൂർത്തിയാക്കുക. അല്ലാഹു നിരോധിച്ച കാര്യങ്ങളെ തൊട്ടും മാറി നിൽക്കുക.
ഇങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരെ കുറിച്ച് ഖുർആൻ അള്ളാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പരലോകത്ത് കിട്ടുന്ന നേട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിച്ചോ അവനോട് നാളെ ആഖിറത്തിൽ പറയപ്പെടുന്ന വാക്കുകൾ സ്വർഗം ആർക്ക് വേണ്ടിയാണ് എന്നത് ഖുർആനിൽ അള്ളാഹു എടുത്തു പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വ ചെയ്ത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരും സൂക്ഷിക്കുന്നവരുമാണ്. അപ്പൊ സൂക്ഷിക്കുന്നവർ എന്നതിന് തഫ്സീർ പറയുകയാണ് ഉലമാക്കൾ. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ കൽപ്പനകളുണ്ട് സൂക്ഷിക്കാനുള്ള. ആ സൂക്ഷിക്കുക എന്ന വാക്കുകൾ തന്നെ ഖുർആനിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മനുഷ്യനോട് സൂക്ഷിക്കാൻ പറഞ്ഞ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 5 നേരത്തെ നമസ്കാരം. ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്ത. അല്ലാഹു പറഞ്ഞു ഹാഫിളു, നിങ്ങൾ സൂക്ഷിക്കുക, അലസ്സലവാതി വസ്സലാത്തിൽ വുസ്ത, 5 നേരത്തെ നമസ്കാരത്തെയും മധ്യത്തിലുള്ള നമസ്കാരത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. 5 നേരത്തെ നമസ്കാരത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഉസ്ത മധ്യത്തിലുള്ള നമസ്കാരത്തെ സൂക്ഷിക്കുക എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം ഓരോ നമസ്കാരത്തിന്റെയും സൂക്ഷ്മത അത് മനുഷ്യന്റെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമസ്കാരത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടെ നിർവഹിക്കുക, അതിന്റെ കൃത്യമായിട്ട് അതിന് കോട്ടം വരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, സമയത്തെ സൂക്ഷിക്കുക, ജമാഅത്ത് നമസ്കാരത്തെ ശ്രദ്ധിക്കുക, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പൊ അതില് ചില നമസ്കാരങ്ങളെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഏറ്റവും ത്യാഗം ചെയ്ത് ഏതൊക്കെ നമസ്കാരം സൂക്ഷിക്കേണ്ടി വരുന്നോ അതിന് പ്രതിഫലം അല്ലാഹു കൂടുതൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില മനുഷ്യർ ത്യാഗത്തിന് തയ്യാറാവില്ല. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. 2 തണുപ്പിന്റെ നമസ്കാരം ആര് നിസ്കരിച്ചോ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതേതൊക്കെയാണ്? അത് അസറും സുബഹിയുമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ റിവായത്തിൽ കാണാൻ കഴിയും, ഇശാ നമസ്കാരത്തിന്റെയും സുബഹി നമസ്കാരത്തിന്റെയും മഹത്വം അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ മുട്ട് കഴിഞ്ഞിട്ടെങ്കിലും വന്ന് നമസ്കരിക്കുമായിരുന്നു. അത് ഹദീസിൽ കാണാൻ കഴിയും. വേറെ റിവായത്തിലുണ്ട്, ളുഹർ നമസ്കാരത്തിന്റെ കടുത്ത വെയിലിന്റെ സമയത്തുള്ള ളുഹർ നമസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ നമസ്കാരങ്ങളുടെയും സമയത്തെ സൂക്ഷിക്കൽ നിർബന്ധമാണ്. എന്നാൽ ചില നമസ്കാരങ്ങളുടെ സമയങ്ങളെ സൂക്ഷിക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് സുബഹിയുടെ ജമാഅത്തിനാണ്, പിന്നീട് അസ്റിനും ഇശാഇക്കുമാണ്, പിന്നീട് ളുഹറിനാണ്, പിന്നീട് മഗ്രിബിനാണ്. സ്വാഭാവികമായും നമ്മുടെ എല്ലാം പള്ളികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന ജമാഅത്ത് നമസ്കാരം ഏതായിരിക്കും? എല്ലാവർക്കും അറിയാം, മഗ്രിബ് നമസ്കാരത്തിനാണ്. സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത് നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട പ്രധാനപ്പെട്ട സമയമാണ്. പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ചോനെ പകല് പിന്നിടുകയും രാത്രി മുന്നിടുകയും ചെയ്യുന്ന സമയം ഈ ദുആ സ്വീകരിക്കുന്ന സമയമാണല്ലോ എന്ന് ഹദീസിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിഫലം ജമാഅത്ത് നമസ്കാരത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറ്റ് നമസ്കാരങ്ങൾക്കാണ്. എന്തുകൊണ്ട് മഗ്രിബിന് ആൾ കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒഴിവായി നമ്മൾ ഫ്രീ ആകുന്ന സമയമാണ്. ളുഹറാകുമ്പോൾ വെയിലായി, അസറിന്റെ സമയമാകുമ്പോൾ ഒന്ന് കഴിച്ചിട്ട് കിടന്നു പിന്നെ ആ സമയത്ത് വരാൻ മടിയായി, ഇശ ആകുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ധൃതിയായി, സുബഹിക്ക് ഉറക്കമായി, മഗ്രിബാകുമ്പോൾ എല്ലാത്തിൽ നിന്നും ഫ്രീ ആയി ഒഴിവായി നമ്മൾ എന്നാൽ പിന്നെ ആ സമയത്ത് എല്ലാവരും ഉണ്ടാവും. ആ സമയത്ത് ഉണ്ടാകണം, നിർബന്ധമാണ്. പക്ഷെ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് നമ്മളുടെ സൗകര്യവും സാഹചര്യമൊക്കെ വെച്ചുകൊണ്ടാണ്. അല്ലാഹു പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ കാര്യത്തിനും നമ്മുടെ ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് മറ്റു നമസ്കാരങ്ങൾക്ക് പ്രതിഫലം കൂടുതൽ, ജമാഅത്തിന് പ്രതിഫലം കൂടുതൽ. അപ്പോൾ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഹാഫിളു അലസ്സലവാതി, നിങ്ങൾ ഈ നിസ്കാരങ്ങളെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതാണ്. വസ്സലാത്തുൽ വുസ്ത, മധ്യത്തിലുള്ള നമസ്കാരത്തെ പ്രത്യേകം സൂക്ഷിക്കണം. അത് അസ്ർ നമസ്കാരമാണെന്നും സുബഹിയാണെന്നും ഇശാണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അത് ഗൗരവമായി സൂക്ഷിക്കണം. കാരണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള നമസ്കാരങ്ങളാണ്.
ഇതുപോലെ തന്നെ സ്വർഗാവകാശികളെ കുറിച്ച് ഖുർആനിൽ പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നു, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരെങ്ങനെയുള്ളവരാണ്? അവരുടെ നമസ്കാരത്തെ സൂക്ഷിക്കുന്നവരാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തെ സൂക്ഷിക്കുന്നവരാണ്. ഇത് സൂറത്തുൽ മുഅ്മിനൂനിൽ നമുക്ക് കാണാൻ കഴിയും, സൂറത്തുൽ മആരിജിൽ കാണാൻ കഴിയും. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ വല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ. അവർ നിത്യമായി നമസ്കരിക്കുന്നവർ, നമസ്കാരത്തെ ഗൗനിക്കുന്നവർ, നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലാ ഹൗലാഇ സ്വലാത്തുൽ ഖംസി, ആര് ഈ 5 നേരത്തെ നമസ്കാരത്തെ സൂക്ഷിക്കുന്നുവോ അല്ലാഹു തആല ഒരു കരാർ എടുത്തിരിക്കുകയാണ്, അയ്യുദ്ഖിലഹുൽ ജന്ന, ആ മനുഷ്യനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന്. മരണത്തോടുകൂടി ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു കരാർ വെച്ചിരിക്കുന്നത് എന്താണ്? 5 നേരത്തെ നമസ്കാരത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വേറെ റിവായത്തിൽ കാണാൻ കഴിയും, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലൈഹിന്ന, ആര് 5 നേരത്തെ നമസ്കാരത്തെ സൂക്ഷിക്കുന്നുവോ കുന്നലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ, ആ നമസ്കാരം അവന് നാളെ പരലോകത്ത് പ്രകാശമാണ്, ദൃഷ്ടാന്തമാണ്, അവനൊരു രേഖയാണ് അല്ലാഹുവിന്റെ സമക്ഷത്തിൽ. ഒമല്ലം യുഹാഫിൽ, ആര് ഈ നമസ്കാരങ്ങളെ സൂക്ഷിച്ചില്ലയോ ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാനും വലാ നജാത്തുൻ യൗമൽ ഖിയാമ, അവന് ഖിയാമത്തിന്റെ ദിവസം പ്രകാശമോ പ്രമാണമോ രക്ഷയുടെ വഴിയോ ഒന്നും ഉണ്ടാവില്ല. അവൻ യാത്രയാക്കപ്പെടുന്നത് ഫിറഔൻ, ഹാമാൻ, ഉബയ്യ് ഇബ്നു ഖലബ് തുടങ്ങിയ ദുർമാർഗികളോടൊപ്പമായിരിക്കും മഹ്ശറയിലേക്ക് യാത്രയാക്കപ്പെടുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അല്ലാഹുവിനെ സൂക്ഷിക്കാമെന്ന് ഖുർആൻ പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ സൂക്ഷിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട അമലാണ് 5 നേരത്തെ നമസ്കാരം. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ വസിയത്ത് ചെയ്തത്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ വസിയത്ത് ചെയ്തു. മാന ഉമർ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും ബോധം കിട്ടിയപ്പോൾ ചോദിച്ചു, യാ അബ്ദുറഹ്മാൻ മാ ഫഅല ബിതിൽക സലാ, നമസ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് ഇറാനിയായ മജൂസി കുത്തി ഉമർ റളിയല്ലാഹു അൻഹു വീഴ്ത്തുന്നത്. അപ്പൊ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, കാരണം സുബഹി നമസ്കാരത്തിലാണ്. അന്ന് മസ്ജിദിൽ ഇരുട്ടാണ്, ഒളിച്ചിരുന്നതാണ് അവൻ. അപ്പൊ വീട്ടിലെടുത്തുകൊണ്ട് വന്ന ആ നമസ്കാരം ബോധം നഷ്ടപ്പെട്ടു പോയി. ബോധം എന്നപ്പോഴുള്ള ചോദ്യമാണ്, മാ ഫഅല ബിതിൽക സലാ, ആ നിസ്കാരത്തെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഇമാമത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്ന ആ നിസ്കാരത്തെ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ ആ നമസ്കാരം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മഹാനവറുകളോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയണം, ലാ ഹദ്മ ഫിൽ ഇസ്ലാം ലിമൻ തറക സലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാമിൽ പിന്നെ ഒരു ഓഹരിയുമില്ല, അന്നെ മുസ്ലിമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അത് അത്രയും ഗൗരവമുള്ളത് കൊണ്ട് പരിശുദ്ധ ഖുർആനും ഹദീസും സഹാബികളും അത് നമ്മളെ ഗൗരവമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു മുഅ്മിന് കിട്ടണമെങ്കിൽ അതിലാദ്യത്തെ കാര്യമാണ് 5 നേരത്തെ നമസ്കാരത്തെ കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ഹിഫാദത്ത്, അള്ളാഹുവിന്റെ സംരക്ഷണം. അള്ളാഹുവിന്റെ സംരക്ഷണം 2 രീതിയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഹദീസിന്റെ പുറകെ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഖുർആനിലും ഹദീസിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൽപ്പനകളാണ്, മറ്റൊന്ന് നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മനുഷ്യൻ മൻ ഹാഫള അലാ റഅസിഹി വമാ വഅ വൽ ബത്നി വമാ വഅ, ഏതൊരു മനുഷ്യൻ അവന്റെ ശിരസ്സും അതിന്റെ ചുറ്റുമുള്ളതിനെയും സൂക്ഷിക്കുകയും അവന്റെ വയറും അതുമായി ബന്ധപ്പെട്ടതിനെയും സൂക്ഷിക്കുകയും ചെയ്യുന്നു, ആ മനുഷ്യന് സ്വർഗം ലഭിക്കുന്നതാണ് എന്ന് ഞാൻ കരാർ ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യൻ അവന്റെ കണ്ണിനെ സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക, അവന്റെ ഹൃദയത്തെയും ചിന്തകളെയും സൂക്ഷിക്കുക. ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു തആല പറയുന്നു, യഅലമു ഖായിനത്തൽ ഐനി വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടുള്ള കട്ടുനോട്ടങ്ങളെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെയും അല്ലാഹു അറിയുന്നുണ്ട്. അപ്പൊ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നമ്മുടെ ചിന്തകൾ ഹദീസിൽ വരുന്നുണ്ടല്ലോ, പിശാച് മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസുകൾ ഇട്ടിട്ട് അല്ലാഹുവിനെ കുറിച്ച് പോലും സംശയങ്ങൾ ഉണ്ടാക്കും.
അപ്പൊ അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക, അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, ഹറാമിലേക്ക് പോകുന്ന കാര്യങ്ങൾ കാണാതിരിക്കുക, ഹറാമിലേക്ക് പോകുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, അത് സംസാരിക്കാതിരിക്കുക. ഈ കാലഘട്ടത്തിൽ അത് വ്യാപകമാണ്, ആരും ഒഴിവല്ലാത്ത രൂപത്തിൽ വ്യാപകമാണ്. ഹറാമ് കാണുക, ഹറാമ് കേൾക്കുക, ഹറാമ് സംസാരിക്കുക, ഹറാമ് ഷെയർ ചെയ്യുക. അതിങ്ങനെ രാവും പകലും കുത്തിയിരുന്ന് കേട്ടോണ്ടിരിക്കുക, കണ്ടോണ്ടിരിക്കുക, ഷെയർ ചെയ്തോണ്ടിരിക്കുക. പ്രായവ്യത്യാസമന്യേ, പ്രായപരിധിയില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ ഈ മുഴുവൻ മനുഷ്യരും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലങ്ങൾ സല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണോ, നിങ്ങളുടെ ശിരസും അതിന്റെ ചുറ്റുമുള്ളത് അതിനെ നിങ്ങൾ സൂക്ഷിക്കുക ഹറാമിൽ നിന്നും എന്ന് പറഞ്ഞാൽ കണ്ണിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് സംസാരിക്കണം, ഇതിന് അവന്റെ വിഷയത്തിൽ ഒരു ഹുക്മുണ്ട്, ഇല്ലേ? ഒരു വിധിയുണ്ട്, ഒരു കൽപ്പനയുണ്ട്, അവിടെ ഒരു നിരോധനമുണ്ട്, അഹ്കാമുണ്ട്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതാ, അല്ലാത്ത ഒരാൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? രാജ്യം വല്ലതും നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യം. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കാണണം, അവിടെ ഒന്നും ആരും ഒരു വേലിക്കെട്ടും വെച്ചിട്ടില്ല. എന്ത് കേൾക്കണം, അതിനും വേലിക്കെട്ടില്ല. എന്ത് സംസാരിക്കണം, അതിനും വേലിക്കെട്ടില്ല. എന്തും പറയും, എന്തും കാണും, എന്തും കേൾക്കും. ഒരു സത്യവിശ്വാസിക്ക് അത് പറ്റൂല. കാരണം അവൻ ആഖിറത്തിനെ മുൻനിർത്തി ജീവിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു ഹറാമാക്കിയതിനെ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യാൻ പാടില്ല, അതിനെ അയക്കാനും പാടില്ല. രണ്ടാമതായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള, ഏതൊരു മനുഷ്യൻ ബൈന ലഹിയൈഹി വ ബൈന ഫഖദൈഹി അദ്മന ലഹു ബിൽ ജന്ന, മൻ യദ്മനലി എന്ന റിവായത്തുണ്ട്, മൻ ഹാഫള എന്ന മറ്റൊരു റിവായത്തുണ്ട്. ഏതൊരു മനുഷ്യൻ അവന്റെ താടിയല്ലിനിടയിലുള്ള അവയവത്തെയും അവന്റെ രണ്ട് കാലുകളുടെ തുടയുടെ ഇടയിലുള്ള അവയവത്തെയും സൂക്ഷിക്കുന്നുവോ ആ മനുഷ്യന് സ്വർഗം ലഭിക്കുന്നതാണ്. ഒരു റിവായത്തിൽ അദ്മന ലഹു ബിൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗം കൊണ്ട് ഞാൻ ഉത്തരവാദിത്വം ഏൽക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ മനുഷ്യൻ ഒന്ന് അവന്റെ വയറ് സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം, അവന്റെ ഗോപ്യ സ്ഥലങ്ങൾ സൂക്ഷിക്കണം. അതൊക്കെ ഈ ഹിഫാളത്തിൽ, ഈ സംരക്ഷണത്തിൽ വരുന്ന കാര്യമാണ്. വയറിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമ് കഴിക്കുന്നതിൽ നിന്നും വയറിനെ സൂക്ഷിക്കണം. പിശാചിന്റെ പാദങ്ങളെ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറയുന്ന ഒരായത്തിൽ അതിനോടനുബന്ധമായി പറയുന്നത് നിങ്ങളുടെ ഭക്ഷണത്തെ സൂക്ഷിക്കണമെന്നാണ്. ഹറാമ് ഭക്ഷിപ്പിക്കാൻ പിശാച് വളരെ തന്ത്രങ്ങൾ മെനയും. ഹറാം അകത്തേക്ക് ചെന്നാൽ ഇബാദത്തുകളുടെ കബൂലിയത്തിന് കോട്ടം സംഭവിക്കും, ദുആ സ്വീകരിക്കപ്പെടാതെ വരും, നന്മകൾ അവനിൽ നിന്നും ഉണ്ടാകാതെ വരും, നല്ല തലമുറ തന്നെ അവന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഹറാമ് കഴിക്കുന്നതിൽ നിന്നും വയറിനെ സൂക്ഷിക്കുക, വയറിന്റെ വികാരം പൂർത്തീകരിക്കുന്നതിൽ ഹറാമിനെ ശ്രദ്ധിക്കുക, ഹറാമ് പറയുന്നതിൽ നിന്നും നാവിനെ സൂക്ഷിക്കുക. പിന്നീട് പറഞ്ഞു ഹറാമായ കാര്യങ്ങളിൽ നിന്നും അവന്റെ ജനനേന്ദ്രിയത്തെ അവൻ സൂക്ഷിക്കുക, അവന്റെ ഗോപ്യസ്ഥലത്തെ സൂക്ഷിക്കുക. പരിശുദ്ധ ഖുർആനിൽ സ്വർഗവാസികളെ കുറിച്ച് പറയുമ്പോൾ നമസ്കാരത്തെ സൂക്ഷിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. ഒരു സ്ഥലത്തല്ല, ഖുർആനിൽ ഒന്നിലേറെ സ്ഥലത്ത് നമുക്ക് ഇത് കാണാൻ കഴിയും. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവരുടെ ഇണകളുടെ അടുക്കൽ ഒഴിച്ചും വലങ്കൈ ഉടമയാക്കിയ അടിമകളുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ഒഴിച്ചും അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്, അവർക്കാണ് സ്വർഗം. ഖുർആൻ അല്ലാഹു തആല അതിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യങ്ങളെയും സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. വൽ മുഅ്മിനൂന വൽ കുല്ലിൽ മുഅ്മിനീന യഹ്ഫളു കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. ഖുൽ, നബിയെ പറയുക, ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയുക, യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും, അവരുടെ കണ്ണുകൾ ചിമ്മാൻ പറയുക, അഥവാ ഹറാമായ കാര്യങ്ങളെ തൊട്ട് കാണാതെ കണ്ണടയ്ക്കാൻ പറയുക. അതുപോലെ തന്നെ വയഹ്ഫളു ഫുറൂജഹും, അവരുടെ ഗോപ്യസ്ഥലങ്ങളെ, അവരുടെ ഗുഹ്യാവയവങ്ങളെ ഹിഫാളത്ത് ചെയ്യാൻ, സൂക്ഷിക്കാൻ പറയുക. വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന, മുഅ്മിനാത്തുകളായ സ്ത്രീകളോടും പറയുക, അവരുടെ കണ്ണുകൾ ചിമ്മാൻ പറയുക, അവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാൻ പറയുക. ഖുർആനിൽ വിവിധ രീതിയിൽ ഈ കാര്യങ്ങളെ അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആര് ഈ രണ്ടവയവങ്ങളെ സൂക്ഷിക്കുന്നു അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളെ
എല്ലാ തിന്മകളിൽ നിന്ന് സൂക്ഷിക്കുക, വ്യഭിചാരത്തിൽ നിന്ന് സൂക്ഷിക്കുക, സ്വർഗരതിയിൽ നിന്ന് സൂക്ഷിക്കുക, സ്വയംഭോഗത്തിൽ നിന്ന് സൂക്ഷിക്കുക, ചാരിത്രത്തിന് കോട്ടം വരുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അശ്ലീലങ്ങളിൽ നിന്നും അവന്റെ പാതിവൃത്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ഗുഹ്യാവയവത്തെ അവൻ സൂക്ഷിക്കുക. ഖുർആൻ ഇത് ആവർത്തിച്ച് പറയുന്നു. ഖുർആനിൽ മുഅ്മിനീങ്ങളായ മുഅ്മിനത്തുകളായ സ്ത്രീകളുടെ ഗുണങ്ങൾ, പുരുഷന്മാരുടെയും ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അങ്ങനെയുള്ളവരാണ് അവർ സദഖ ചെയ്യുന്നവരാണ്, അവർ നമസ്കരിക്കുന്നവരാണ്, അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്തി, അവരവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള പുരുഷന്മാരാണ്, അങ്ങനെയുള്ള സ്ത്രീകളാണ്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്തി, അവർ അല്ലാഹുവിനെ അധികമായിട്ട് സ്മരിക്കുന്നവരാണ്, ദിക്ർ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള പുരുഷന്മാരാണ്, അങ്ങനെയുള്ള സ്ത്രീകളാണ്. അപ്പോൾ ഈ പാപത്തിന്റെ കാര്യം അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു ഹറാമാക്കിയ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക? മാറി നിൽക്കുക, സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഫറള ഫറായിള ഫലാ തുളയ്യിഉഹ. അല്ലാഹു തആല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിയമമാക്കി, നിർബന്ധമാക്കി, നിങ്ങൾ അതിനെ പാഴാക്കി കളയരുത്. ചില പരിധികൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധികളെ നിങ്ങൾ വിട്ടുകടന്നു പോകരുത്. ആ പരിധികൾ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അതിരുകളാണ്, അതിനെ നിങ്ങൾ വിട്ടുകടന്നു പോകരുത്. അപ്പം ആ വിട്ടുകിടക്കുന്ന ഭാഗത്തെല്ലാം സൂക്ഷ്മത പാലിക്കുക എന്നാണ് ആ ഹദീസിന്റെ താല്പര്യം. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. എങ്ങനെയാണ് അല്ലാഹു സൂക്ഷിക്കുന്നത്? ഖുർആനിൽ പല കാര്യങ്ങളും അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യും. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ എന്നെ സഹായിച്ചാൽ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ എന്നോടുള്ള കരാറ് പൂർത്തിയാക്കിയാൽ ഞാൻ നിങ്ങളോടുള്ള കരാറ് പൂർത്തിയാക്കും. വൈൻ ഉത്തും ഉദ്ന, നിങ്ങൾ അക്രമം ആവർത്തിച്ചാൽ നമ്മളും ശിക്ഷ ആവർത്തിക്കും. ഖുർആനിൽ ഒരുപാട് വാക്കുകൾ, വചനങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിലുള്ള സംരക്ഷണമുണ്ട്. ഒരു സംരക്ഷണം മനുഷ്യന്റെ ദുന്യവിയായ സംരക്ഷണമാണ്, മനുഷ്യന്റെ ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. പണ്ഡിതന്മാര് പറയുന്നുണ്ട്, യുവത്വത്തിലും ചെറുപ്പത്തിലും അല്ലാഹുവിന്റെ നിയമങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ വാർദ്ധക്യത്തിലും അല്ലാഹു തആല അവന്റെ അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന്, അല്ലെങ്കിൽ ആ മനുഷ്യനൊരു സംരക്ഷണം നൽകുമെന്ന്. ചെറുപ്പത്തിലും യുവത്വത്തിലും കുറെയൊക്കെ തന്റെ അവയവങ്ങളെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന് വാർദ്ധക്യത്തിലെത്തിയാലും അല്ലാഹു തആല അവനൊരു സംരക്ഷണം നൽകുമെന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു തആല ദുന്യവിയായ സംരക്ഷണം ഹദീസിൽ കാണാൻ കഴിയും. ഓരോ ദിവസവും മനുഷ്യർ ഒരുപാട് ആപത്തുകളുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് അവരെ സംരക്ഷിച്ചിരിക്കുക. മലക്കുകളുടെ ഒരു സംരക്ഷണം ഹദീസിൽ കാണാൻ കഴിയും. ഒരു മനുഷ്യൻ ഉറങ്ങാൻ വേണ്ടി ചെന്നാൽ തന്നെ ആ രീതിയിലുള്ള ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ദുആ ഉണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അസ്അലുക അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, എപ്പോഴും ദിവസം ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, അഫ്വ, ആഫിയത്ത്, നിന്റെ ഭാഗത്തുള്ള വിട്ടുവീഴ്ചയും നിന്റെ ഭാഗത്തുള്ള സുഖവും ആഫിയത്തും ദുനിയാവിലും ആഖിറത്തിലും നീ എനിക്ക് നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുവേ, എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ ശരീരത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സമ്പത്തിലും നീ സംരക്ഷണം നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അഫ്വ വൽ ആഫിയ, നീ അതിൽ സൗഖ്യം നൽകണം, നീ അതിൽ സംരക്ഷണം നൽകണം, നീ അതിനെ സൂക്ഷിക്കണം. ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, അല്ലാഹുമ്മ അസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി, اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان اغتال من تحتي. اللهم احفظني من بين يدي ومن خلفي, അല്ലാഹു എന്റെ മുന്നിൽ നിന്നും എന്നെ സൂക്ഷിക്കണം, എന്റെ പിന്നിൽ നിന്നും എന്നെ സൂക്ഷിക്കണം, എന്റെ വലതു ഭാഗത്തു നിന്ന് എന്നെ സൂക്ഷിക്കണം, എന്റെ ഇടതു ഭാഗത്തു നിന്ന് എന്നെ സംരക്ഷിക്കണം, എന്റെ മുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണം. വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി, എന്റെ താഴ്ഭാഗത്തുകൂടി നിന്റെ ഭാഗത്തുനിന്ന് വലിയ അദാബ് വന്ന് നശിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. തനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അഹ്ലിയാർക്ക് വേണ്ടി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംരക്ഷണം ചോദിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സംരക്ഷണത്തിന്റെ വലയത്തിലാണ് മുഅ്മിനീങ്ങൾ, മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംരക്ഷണം അല്ലാഹു തആല വർദ്ധിപ്പിക്കും, ആ സംരക്ഷണം വർദ്ധിപ്പിക്കും.
എപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, ഹറാമുകൾ ഒഴിവാക്കിക്കൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിച്ചുകൊണ്ടും പിശാചിനെ പിന്തുടരാതെയും ആര് സൂക്ഷ്മത പാലിക്കുന്നോ അവർക്ക് അള്ളാഹു തആല ഇങ്ങനത്തെ സംരക്ഷണം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ആ മനുഷ്യന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഒരു അജലിന്റെ തീരുമാനം എത്തുന്നത് വരെ അള്ളാഹു തആല ഈ രീതിയിൽ ആ മനുഷ്യനെ സംരക്ഷിക്കും. അതാണ് ഒരു സംരക്ഷണം. ദുനിയാവിന്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണം. എന്നാൽ അതിനേക്കാൾ ഗൗരവമായ ഒരു സംരക്ഷണമുണ്ട്. അതെന്താണ്? ആ മനുഷ്യനെ അങ്ങനെ ഏതൊരാൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു, അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദാസന്മാരെ ഹറാമുകളിൽ നിന്നും അള്ളാഹു തആല തന്നെ അവനെ രക്ഷപ്പെടുത്തി വിടും. പാപങ്ങളിൽ നിന്നും അള്ളാഹു തആല അവനെ മോചിപ്പിച്ചു വിടും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് ചോദിച്ചിട്ടുണ്ട്, അബദ്ധങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും വൻപാപങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി വിടും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം നമുക്കറിയാം. ഖുർആൻ ആ കാര്യം പറയുന്ന സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, കദാലിക നസ്രിഫു അൻ ആയാതിന, ഇപ്രകാരം നാം നമ്മുടെ ദാസന്മാരെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും രക്ഷിച്ച് നാം അവരെ വിടുന്നതാണ്. കാരണം അദ്ദേഹം ഇഖ്ലാസുള്ള നിഷ്കളങ്കനായ ദാസനായിരുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സംരക്ഷണം പാപകർമ്മങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പ്രത്യേകമായ ഹിഫാദത്ത് നൽകും. എപ്പോഴാണ് അത് ആഗ്രഹിക്കുകയും അത് താല്പര്യപ്പെടുകയും അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ ഒരു മനുഷ്യൻ സന്നദ്ധനാകുമ്പോൾ അള്ളാഹു തആല ഇങ്ങോട്ടും ആ രീതിയിൽ ആഖിറത്തിൽ ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാതെ അവനെ സംരക്ഷിക്കും. അവന്റെ നമസ്കാരങ്ങളെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാവും. അവന്റെ ഇബാദത്തുകളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും. ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പാപത്തിന്റെ പേരിൽ എനിക്ക് എത്രയോ ദിവസം താജ്ജുദ് നമസ്കാരം നഷ്ടപ്പെട്ടു പോയിരുന്നു. പാപങ്ങൾ ചെയ്യുന്നതിന്റെ അനന്തരഫലം രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന്, മനുഷ്യന് ദുനിയാവിൽ തന്നെ ചിലപ്പോൾ അള്ളാഹു തആല അതിന്റെ നിക്മത്തുകൾ, അതിന്റെ ദുർലക്ഷണങ്ങൾ ആ മനുഷ്യനെ അടിച്ചേൽപ്പിക്കും. രണ്ടാമത്തെ കാര്യം, അമലുകൾക്കുള്ള തൗഫീഖ് അള്ളാഹു തആല മുടക്കിക്കളയും. ചിലപ്പോൾ നിസ്കരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, പരിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നില്ല, കാലിയായ ഹൃദയം, മരിച്ചിരിക്കുന്ന ഒരു മനസ്സ്, ഒട്ടും അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഹൃദയം, മൂടി വീണുപോയ ഹൃദയം, ഇതൊക്കെ ഒരു അദാബാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ബാങ്ക് കേട്ടിട്ട് ആ മനുഷ്യന്റെ മനസ്സിനകത്തൊരു കുലുക്കവുമില്ല, ജുമുഅയ്ക്കോ മനുഷ്യന്റെ മനസ്സിലൊരു കുലുക്കവുമില്ല, പള്ളിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമില്ല, പാപകർമ്മങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നുന്നില്ല. ഇതൊരു വലിയ അദാബാണ്. അത് അള്ളാഹു തആല അദാബായിട്ട് വെച്ചിരിക്കുന്നതാണ്. എന്താണ് കാരണം? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു ശിക്ഷ ഏതൊക്കെ പാപങ്ങളുടെ പേരിൽ വന്നതാണ്. അതുകൊണ്ടാണ് ഹദീസിൽ കാണാൻ കഴിയും, നിങ്ങളുടെ ഹൃദയങ്ങൾ, ആ ഹൃദയങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപകർമ്മങ്ങൾ ചെയ്ത് അവസാനം ആ ഹൃദയങ്ങൾ ആ പാപത്തെ അങ്ങ് കുടിക്കും. എന്ന് പൂർവികരായ വഴിപഴിച്ചുപോയ ബനൂ ഇസ്രായേലിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതുപോലെ അവർ പശുക്കുട്ടിയെ ആരാധിക്കുന്നവരങ്ങ് കുടിച്ചു എന്നതുപോലെ പാപകർമ്മങ്ങൾ അങ്ങ് കുടിക്കും. പിന്നെ നന്മയുടെ അംശം ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയില്ല. കമഴ്ത്തി വെക്കപ്പെട്ട കൂജ പോലെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹൃദയത്തെ വിശേഷിപ്പിച്ചത്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവനെ ഒരു മൂടി ആ ഹൃദയത്തിൽ വീണിട്ടുണ്ടാകും. ഒരു നന്മയെയും അത് സ്വീകരിക്കുകയില്ല, ഒരു തിന്മയെയും അത് തിരസ്കരിക്കുകയുമില്ല. ഏത് തിന്മയും സ്വീകരിക്കാൻ ആ ഹൃദയം സന്നദ്ധമാണ്, എല്ലാ നന്മയെയും തിരസ്കരിക്കാനും ആ ഹൃദയം സന്നദ്ധമാകുന്ന അവസ്ഥയിലെത്തും. അത് വലിയ അപകടമാണ്. ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് പേര് വഴിപഴിച്ചു പോയി, ഒരുപാട് പേര് സന്മാർഗത്തിലായി. വഴികളിന്റെ മാർഗം ഒരു മനുഷ്യൻ തിരഞ്ഞെടുത്താൽ ആ വഴിക്ക് പോകും. ഹിദായത്തിന്റെ മാർഗം ഒരു മനുഷ്യൻ ആഗ്രഹിച്ച ആ വഴിക്ക് തിരഞ്ഞെടുത്താൽ ആ വഴിക്ക് അവനെ തെളിച്ചുവിടും. മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ പ്രത്യേകത തന്നെ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ഇഖ്തിയാർ, ഒരു പ്രാവർത്തിക സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു അസ്തിത്വമാണ് മനുഷ്യന്റേത്. അങ്ങനത്തെ ഒരു അസ്തിത്വമാണ് നമ്മളുടേത്. അല്ലാത്ത മറ്റിതര ജന്തു ജീവജാലങ്ങളെ പോലെ ഒരേ അവസ്ഥയിൽ അതിന്റെ ജനിതക കോഡിൽ എന്താണോ വെച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങ് പോകാൻ പാകത്തിനല്ല നമ്മളെ സൃഷ്ടിച്ചത്. ചിന്തിക്കാനും തീരുമാനിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്, നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തുന്നത് നന്മയുടെ വഴിയിലാണെങ്കിൽ ആ മനുഷ്യനെ നന്മയുടെ വഴിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും. അതല്ല തിന്മയുടെ വഴിയിലാണെങ്കിൽ തിന്മയുടെ വഴിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പൊ അല്ലാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്നും ആ മനുഷ്യനെ സംരക്ഷിക്കും.
ദുനിയാവിന്റെ വിപത്തുകളിൽ നിന്നും ആ മനുഷ്യനെ സംരക്ഷിക്കും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യത്തോടെ പറഞ്ഞു കൊടുത്ത ഉപദേശം അതാണ്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. മോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ദുനിയാവിനെ സംരക്ഷിക്കും, ആഖിറത്തിലും സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. നീ അല്ലാഹുവിന്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും സൂക്ഷിച്ച് ജീവിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് അല്ലാഹുവിനെ നിന്നെ കണ്ടെത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ നിന്നെ ആപത്തിലേക്ക് തള്ളിവിടാതെ അല്ലാഹു തആല നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ഇദാ സഅലക ഫസ്അലില്ലാ ഫഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. പിന്നീട് നബി തങ്ങൾ പറഞ്ഞു, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. നീ സഹായം തേടിയ അല്ലാഹുവിനോട് സഹായം തേടണം. മനുഷ്യരോട് യാചിക്കരുത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കരുത്. ഇതെല്ലാം അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. ഇദാ സഅലക ഫസ്അലില്ലാ ഫഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. ഫഅലം, നീ ഒരു കാര്യം നന്നായി മനസ്സിലാക്കണം. അന്നൽ ഉമ്മത ലവിജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ. മുഴുവൻ മനുഷ്യരും നിനക്ക് വലിയൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി അവർ സമ്മേളിച്ചു, അവർ സംഘടിച്ചു. എന്നിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ അവർ തീരുമാനിച്ചാലും ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹ അല്ലാഹു ലക. അല്ലാഹു തആല നിനക്ക് തീരുമാനിച്ചതല്ലാത്ത, നിനക്ക് എഴുതിയതല്ലാത്ത ഒരു ഉപകാരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. വഅന്നൽ ഉമ്മത, ഈ മുഴുവൻ ജനങ്ങളും ലബിസ്തമഉ, അവർ സംഘടിച്ചു അലാ അൻ യദുറൂക ബിശൈഇൻ, നിന്നെ എങ്ങനെങ്കിലും ഉപദ്രവിക്കാൻ, നിന്നെ അപകടപ്പെടുത്താൻ അവരെല്ലാവരും കൂടെ സംഘടിച്ചാലും ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹ അല്ലാഹു അലൈക. അല്ലാഹു തആല നിനക്കെതിരിൽ തീരുമാനിച്ചതല്ലാത്ത ഒരു ഉപദ്രവം വരുത്താൻ ആർക്കും സാധ്യമല്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിൽ സുഹഫ്. തീരുമാനം എഴുതപ്പെട്ട പേന ഉയർത്തപ്പെട്ടു, എഴുതിയ മഷി ഉണങ്ങിപ്പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ തീരുമാന ആവശ്യത്തിൽ കടന്നു കഴിഞ്ഞു. ആ തീരുമാനം എഴുതിയ ആ മഷി ഉണങ്ങിപ്പോയി, ആ പേന ഉയർത്തപ്പെട്ടു. ഈ ഉപദേശം ആനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനത്തിന്റെ പുറകിൽ ഇരുന്നപ്പോൾ വളരെ സ്നേഹത്തോടെ വിളിച്ച് പറഞ്ഞു കൊടുത്ത ഹദീസാണ്. ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുക. ഈ ഉമ്മത്തിന്റെ രക്ഷയുടെയും വിജയത്തിന്റെയും വഴിയതാണ്. നമ്മൾ അല്ലാഹുവിന്റെ അഹ്കാമുകളെയും നിയമങ്ങളെയും സൂക്ഷിക്കാതെ, ഞാനാകുന്ന വ്യക്തികൾ, നമ്മൾ ഓരോരുത്തരും ഈ സമുദായം സൂക്ഷിക്കാതെ നമുക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു സംരക്ഷണം ഉണ്ടാവില്ല, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു ഹിമായത്ത് ഉണ്ടാവില്ല, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായ ഒരു വലയം നമ്മളുടെ ഇവന് ഉണ്ടാവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാനിൽ അത് വരില്ല. അതിനുള്ള വഴി അല്ലാഹു ഫർളാക്കിയ കാര്യങ്ങളെ ആ ഗൗരവത്തിൽ കാണണം. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ആ ഗൗരവത്തോടുകൂടി ഉപേക്ഷിക്കണം. പൻപാപങ്ങളെ അതിൽ നിന്ന് മാറി നിൽക്കണം. എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ലാഘവത്തോടെ കാണരുത്. അശ്ലീലങ്ങളെ, മോശമായ രീതിയിലുള്ള ജീവിതങ്ങളെ, അങ്ങനത്തെ കാര്യങ്ങളെ ഒരു സംസ്കാരമായി കൊണ്ടു നടക്കരുത്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വേദനയുണ്ടാകണം. നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും വളർന്നു വരുന്നവർ, ഇവരെല്ലാം ഈ കാര്യങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഒരു സംരക്ഷണം ഉണ്ടാവും, അല്ലാഹുവിന്റെ ഹിഫാദത്ത് ഉണ്ടാവും, അല്ലാഹുവിന്റെ ഹിമായത്ത് ഉണ്ടാവും. അത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതും ഖുർആനിന്റെ വാഗ്ദാനവുമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്ക് നമ്മുടെ അഹ്ലുകാർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ.